ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ വൻപയർ കറിയാണ്. എനിക്കറിയാം വൻപയർ കറി എളുപ്പത്തിലല്ല, കാരണം വൻപയർ നമുക്ക് തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രം അത് കുതിർന്ന് കിട്ടും, എന്നിട്ട് വേണം ഉണ്ടാക്കാൻ എന്നാണ്. പക്ഷെ ഞാനൊരു ടിപ്സ് പറയാം. നമ്മുടെ ഈ വൻപയർ ആവട്ടെ, ഗ്രീൻ പീസ് ആവട്ടെ, കടല ആവട്ടെ, ഇതിന് നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഇത് കുതിർന്നെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നോർമൽ വെള്ളത്തിൽ അത് ഇട്ടതിന് ശേഷം ഒരു അര സ്പൂൺ പഞ്ചസാര ഇടുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് നമ്മുടെ വൻപയർ അല്ലെങ്കിൽ ഗ്രീൻ പീസ് അല്ലെങ്കിൽ കടല നമുക്ക് കുതിർന്ന് കിട്ടും. അരമണിക്കൂർ മതി. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വൻപയർ കറിയാണ്. ഇതൊരു സിമ്പിൾ കറിയാണ്. ഇതിനകത്ത് ഞാൻ തേങ്ങ അരയ്ക്കുന്നില്ല. നമുക്ക് ചപ്പാത്തിക്കും ചോറിനും കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പം ഞാൻ ഇതിലെടുത്തിരിക്കുന്നത്, ഞാൻ വൻപയർ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് 1 കപ്പ്. പിന്നെ എടുത്തിരിക്കുന്നത് തക്കാളിയാണ്, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു മിക്സിയിലോട്ട് ഈ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ ഇട്ടു. ഇനി നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതൊന്ന് അരച്ചെടുക്കാം. ഇവിടെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. സ്റ്റവിലൊരു പാൻ വെച്ചു, അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ അതിട്ടുന്ന നമ്മുടെ വറ്റൽമുളകാണ്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന ജീരകം. ഇത് ഓപ്ഷണലാണ്. എനിക്കിവിടെ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. ഞാൻ കൂടുതൽ ഇങ്ങനെ കടുക് വറുക്കുമ്പോൾ എല്ലാത്തിലും ആഡ് ചെയ്യാറുണ്ട്. സോ കൊണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കും. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നു. ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. സോ ഇത് നമുക്ക് ഫ്രൈ ആയി വന്നു. ഇനി നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത്, നമ്മൾ അരച്ചെടുത്ത നമ്മുടെ മിക്സ് എന്തൊക്കെയാണ്: ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി. ഇത്രയാണ് ഇട്ടിരുന്നത്. നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിത് വഴന്ന് വരട്ടെ. ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നു. ഇനി ഞാൻ അതിനകത്ത് ഇടാൻ പോകുന്നത് നമ്മുടെ പൊടി ഐറ്റംസാണ്. ഞാൻ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂണിൻ്റെ അളവിൽ മുളക് പൊടി ആഡ് ചെയ്യുന്നു. ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഇടാൻ പോകുന്നത് നമ്മുടെ ഗരം മസാലയാണ്. ഗരം മസാല ഞാനൊരു 1/4 സ്പൂൺ അളവിലിടുന്നു. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നു. ഇനി ഞാൻ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പയർ വേവിച്ച അതേ വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ഞാൻ വൻപയർ വേവിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. സോ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ടിടുക. ഇപ്പോൾ ഈ തിളച്ച് വരുന്നതിലോട്ട് ഞാൻ നമ്മുടെ വൻപയർ വേവിച്ചിട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിടാം. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമുക്ക് വൻപയർ ഇനിയും അത് കുതിർത്തെടുക്കാൻ വൻപയർ നമ്മൾ ഒരു അരമണിക്കൂർ, കറി വെക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒരു 1/2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അതിനകത്ത് ആ വൻപയർ ഇട്ടിട്ട് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് പഞ്ചസാര അലിയുന്ന പോലെ ഒന്ന് ഇളക്കി വെച്ചാൽ അരമണിക്കൂർ കൊണ്ട് നമ്മുടെ വൻപയറാവട്ടെ, ഇല്ല കടലയാവട്ടെ, ഗ്രീൻ പീസ് ആവട്ടെ, ഇതിലേതായാലും നമുക്ക് കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്കിനിയും തലേന്ന് രാത്രി തന്നെ ഇട്ടിട്ട് അത് കുതിർത്ത് വെച്ച് രാവിലെ എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ടിപ്സാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, കാണാൻ പറ്റും. നല്ലൊരു കറിയാണ്. ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു, കറക്റ്റായിട്ടുണ്ട്. കാരണം ഞാൻ ഓൾറെഡി വൻപയറിനകത്ത് ഇട്ടായതുകൊണ്ട്
അത് ഉപ്പ് രസം കറക്റ്റായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടില്ല. കാണാൻ പറ്റും നന്നായിട്ട് തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വൻപയർ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കോൺ പ്രസ് ചെയ്യുക, എൻ്റെ പുതിയ വീഡിയോസ് അപ്ലോഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കണം, നല്ല ടേസ്റ്റാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.